30 മിനിറ്റിൽ 30 മാർക്ക്. ദിസ് ഇസ് ദ സ്ട്രാറ്റജി ഫോർ ദ നെക്സ്റ്റ് ഓഡിറ്റിംഗ് എക്സാം. 3 സ്ട്രാറ്റജീസ് പറഞ്ഞുതരാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മേക്ക് ഷുവർ യു വാച്ച് ദിസ് വീഡിയോ ഫുള്ളി. ഈ പിള്ളേരെ, നമുക്ക് എക്സാമിന് 30 മാർക്കിൻ്റെ MCQസും 70 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവാണ്. കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്. ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് മാക്സിമം 2.5 മണിക്കൂറിനകത്ത് എഴുതി തീർക്കണം. സോ ദാറ്റ് യു ഹാവ് 30 minutes ഫോർ ദി MCQs. യെസ്, യു ഹാവ് ടു പ്രാക്ടീസ് ടു ഫിനിഷ് ദി കേസ് സ്റ്റഡി MCQs വിത്തിൻ 30 minutes. 30 minutes ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ടിപ്പ്, മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കേസിലത്തെ കഥ ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല. പല സമയത്തും ഒരു കേസ് സ്റ്റഡിയിലത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലും ഇറ്റ് ഈസ് പോസിബിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ 2025-ൻ്റെയും മെയ് 2025-ൻ്റെയും പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കിയോ. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കഥ ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില സമയത്ത് ക്വസ്റ്റ്യൻസിൽ മിസ്റ്റർ രാം മിസ്റ്റർ ശ്യാമിനോട് എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. അത്തരം സിറ്റുവേഷൻസിൽ മാത്രം കേസിലത്തെ ആ റെലവൻറ്റ് പാരഗ്രാഫ് നോക്കി അത് ആൻസർ ചെയ്താൽ മാത്രം മതി. അതല്ലാണ്ട് ഈ A to Z ഫുൾ കഥ വായിച്ചാലും എക്സാം ഹോളിൻ്റെ പ്രഷറിൽ ലാസ്റ്റോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കഥയുടെ പകുതിയും മറന്നു പോകും. സോ കേസ് വായിച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് സമയം കളയേണ്ട. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ സ്ട്രെയിറ്റ് യു ക്യാൻ അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ. ഇഫ് റിക്വയർഡ് ഓൺലി നിങ്ങൾ കേസിലോട്ട് പോയാൽ മതി. ദാറ്റ് ഇസ് ടിപ്പ് നമ്പർ 1. ഇനി മറ്റൊരു ടൈം സേവിങ് ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ ജനറൽ MCQs ചെയ്യുകയാണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ പാരഗ്രാഫ് പോലത്തെ ക്വസ്റ്റ്യൻസ് വരും. ഈ വലിയ പാരഗ്രാഫ് പോലത്തെ ക്വസ്റ്റ്യൻസ് കണ്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല. കം ടു ദ എൻഡ് പോർഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ. അവിടെ കാണും ആ ക്വസ്റ്റ്യൻ്റെ ക്രക്സ്. അതായത് പല ക്വസ്റ്റ്യൻസിനെയും ലാസ്റ്റ് പാർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ആൻസർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് വായിച്ചിട്ട് മനസ്സിലായിട്ടെങ്കിൽ മാത്രം കഥ ഫുൾ വായിക്കുന്ന ശീലം, ആ ഒരു കോൺഫിഡൻസ് വിത്ത് പ്രാക്ടീസ് ഇറ്റ് വിൽ കം. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, ചില സമയത്ത് ഈസ് ദി വ്യൂ ഓഫ് ദി ഓഡിറ്റർ കറക്റ്റ്, അങ്ങനെ യെസ് ഓർ നോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സപ്പോസ് ദി ആൻസർ ഇസ് യെസ്, 2 ഓപ്ഷൻസ് യെസും 2 ഓപ്ഷൻ നോയും കാണുന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ദോസ് 2 things ഫ്രം യുവർ മൈൻഡ്. പിന്നെ നോ ആയിട്ടുള്ള ഓപ്ഷൻസ് വായിച്ച് സമയം കളയണ്ട. യെസ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് വായിച്ചാൽ മതി. ഇങ്ങനെ മാക്സിമം 30 മിനിറ്റ്സിനകത്ത് MCQs കേസ് സ്റ്റഡീസ് ഫിനിഷ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഇഫ് യു ടേക്ക് മോർ ടൈം ഫോർ ദി MCQ പാർട്ട്, നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവിൽ നിങ്ങൾക്ക് ടെൻഷൻ വരും. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഒരുപാട് വിസ്തരിച്ച് എഴുതി 2.5 മണിക്കൂർ കൂടുതൽ പോയി കഴിഞ്ഞാലോ MCQസും വെപ്രാളത്തിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് വൺ മോർ തിങ് ടു കീപ്പ് ഇൻ മൈൻഡ്. പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, സാറേ ആദ്യമാണോ കേസ് സ്റ്റഡി MCQs ചെയ്യേണ്ടത്, ലാസ്റ്റിലാണോ ചെയ്യേണ്ടത്? ഡസൻറ്റ് മാറ്റർ, ഇറ്റ് ഇസ് യുവർ കംഫർട്ട്. മേക്ക് ഷുവർ യു കീപ് ദ 30 minutes benchmark. All right students, best wishes.